തിരിച്ചറിഞ്ഞത്. തീപിടുത്തത്തിൽ ആകെ 49 പേരാണ് മരിച്ചത്. തീപിടുത്തത്തിന് കാരണക്കാരായ കെട്ടിട ഉടമയും കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജമാൽ ദുബായിൽ നിന്ന് ചേരുന്നു. ജമാൽ, നിലവിൽ സങ്കടകരമായ വാർത്തയിൽ 49 പേർ മരിച്ചു. അതിൽ തന്നെ 11 മലയാളികളുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. 2 പേരെ തിരിച്ചറിയുകയും ചെയ്തു. തിരിച്ചറിഞ്ഞ 2 പേരിൽ ഒരാൾ കൊല്ലം സ്വദേശി, ഒരാൾ പന്തളം സ്വദേശിയും പത്തനംതിട്ട സ്വദേശിയുമാണെന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ, അതിനുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങളാണ്. എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? പരിക്കേറ്റവരുടെ ഒരു സാഹചര്യം, അവസ്ഥ എങ്ങനെയാണ്? സിജോ, മരിച്ചവരിൽ 15 പേർ ഇന്ത്യക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 മലയാളികളുടെ പേര് വിവരങ്ങളാണ് നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടുള്ളത്. മൊത്തം 11 മലയാളികൾ മരിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. 21 പേരുടെ പേര് വിവരങ്ങളാണ് മൊത്തം ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 15 ഇന്ത്യക്കാർ, ഒരു ഈജിപ്ഷ്യൻ സ്വദേശി, ഒരു പാകിസ്ഥാനി സ്വദേശി, 2 ഫിലിപ്പീനോ സ്വദേശികൾ എന്നിവരുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. മരിച്ചവരിൽ 2 മലയാളികളുടെ പേരുകൾ മാത്രമാണ് കൃത്യമായി അധികൃതർ നൽകിയിട്ടുള്ളത്. മറ്റുള്ളവരുടെ പേരുവിവരങ്ങൾ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. 30ഓളം പേർക്ക് പരിക്കുണ്ട്. ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് കുവൈത്തിലെ മംഗഫിൽ 6 നില കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായത്. ഇവിടെ NBTC കമ്പനിയിലെ ജീവനക്കാരാണ് താമസിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ താഴെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇവിടെ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നു. ഇവിടെ നിന്നാണ് തീ പടർന്നത് എന്നാണ് ഫയർഫോഴ്സ് നൽകുന്ന വിവരം. പിന്നീട് ഇവിടെ നിന്നുള്ള തീ മുകളിലേക്ക് പടർന്നപ്പോൾ ജീവനക്കാർ രക്ഷപ്പെടാൻ വേണ്ടി മുകളിലെ നിലയിലേക്ക് ഓടിക്കയറി. പലരും പുക ശ്വസിച്ചും അതുപോലെ തന്നെ കെട്ടിടത്തിന്റെ മുകളിൽ നിലയിൽ നിന്ന് താഴേക്ക് ചാടിയുമാണ് അപകടമുണ്ടായതും മരിച്ചതും. അതിലും ദാരുണമായ അപകടമാണ് ഉണ്ടായത്. കെട്ടിടത്തിന്റെ ഉടമയെയും കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട്. കുവൈത്ത് ആഭ്യന്തരമന്ത്രി നേരിട്ട് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അപകടം ഉണ്ടായ ഉടൻ തന്നെ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും സ്ഥലത്തെത്തി തീയണച്ചു. എങ്കിൽ പോലും രക്ഷാപ്രവർത്തനം കുറെ സമയത്തേക്ക്. ജമാൽ, ഒരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ ജീവനക്കാർക്കാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണോ? ശരിയാണോ വിവരം? തീർച്ചയായും മലയാളി ഉടമസ്ഥയിലുള്ള KJ അബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനിയിലെ ജീവനക്കാരാണ് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. 195 ജീവനക്കാരാണ് ആകെ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും മലയാളികളാണ്. മറ്റ് വിവിധ രാജ്യക്കാരും ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ആളുകൾക്കും അപകടം സംഭവിച്ചത് കെട്ടിടത്തിന്റെ രക്ഷപ്പെടാൻ വേണ്ടി കെട്ടിടത്തിന്റെ മുകളിൽ. അതായത് തീപിടുത്തത്തിൽ പെട്ട് മരിച്ചതല്ല, അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ രക്ഷപ്പെടാനുള്ള വിപ്രാളത്തിനിടയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി, അങ്ങനെ കുറെ പേർക്ക് പരിക്കും, കുറെ പേർ മരിക്കുകയും ചെയ്തു. തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ ഉണ്ടായ അപകടം, അതുപോലെ തന്നെ പുക ശ്വസിച്ച് ചില ആളുകൾ മരിച്ചിട്ടുണ്ട്. ചില നിലകളിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് രക്ഷാപ്രവർത്തകർ നൽകിയ സൂചനകൾ. പുക ശ്വസിച്ചും അതുപോലെ തന്നെ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് താഴേക്ക് ചാടിയുമാണ് കൂടുതൽ മരണങ്ങളും ഗുരുതരമായ അപകടങ്ങളും ഉണ്ടായത്. ഏതായാലും ജമാൽ, ഈ ഗ്യാസ് സിലിണ്ടർ നമുക്കറിയാം, കുവൈറ്റ് പോലുള്ള രാജ്യത്ത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വലിയധികം പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ഗ്യാസ് സിലിണ്ടർ തീപിടിക്കാൻ ഇടയാക്കിയെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? സിജു, ഈ കെട്ടിടത്തിന്റെ താഴെ നിലയിൽ ജീവനക്കാർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി മെസ്സുകൾ ഉണ്ട്. അതിനായി ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നു എന്നാണ്. ഒപ്പം തന്നെ നിയമലംഘനം ഈ കെട്ടിടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അധികൃതർ, സ്ഥലത്തെ ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ പോലീസും ഒക്കെ വ്യക്തമാക്കിയത്. കാരണം അനുമതി കൂടുതൽ കെട്ടിടത്തിൽ താമസിക്കാൻ കുറച്ചാളുകൾക്ക് മാത്രമാണ് അനുമതി. ആ അനുമതി ഉള്ള ആളുകൾ, അതിൽ കൂടുതൽ ആളുകൾ ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നു എന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ സമാന രീതിയിൽ നിയമലംഘനം നടക്കുന്ന കെട്ടിടങ്ങളിൽ വിശദമായ പരിശോധന നടത്താനും അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ത്യൻ എംബസി ഈ അപകടത്തെ തുടർന്ന് 7 നില കെട്ടിടമാണ്. ഇതിൽ ഏറ്റവും താഴത്തെ നില മെസ്സായിരുന്നു. അവിടെ നിന്നാണ് തീ പടർന്നത്. സിജു, 6 നില കെട്ടിടമാണ്. താഴത്തെ നില മെസ്സാണ് എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിൽ ചിലർ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ താഴത്തെ നിലയിൽ നിന്നാണ് മുകളിലേക്ക് തീ പടരുകയും ഒപ്പം തന്നെ ഈ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തത്. ശരി, ജമാലാണ് കുവൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മരിച്ച ഈ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പെട്ട് മരിച്ച കൊല്ലം ആനയടി സ്വദേശി ഷമീറിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ,
ആ നാടൊന്നാകെ വലിയ വിഷമത്തിലായിരിക്കും. നേരത്തെ തന്നെ രാജ്കുമാർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നാട്ടിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഷമീർ. 8 മാസം മുമ്പാണ് ഷമീർ ഇവിടെ നിന്നും കുവൈറ്റിലേക്ക് മടങ്ങിയെന്നുള്ള വിവരങ്ങൾ നേരത്തെ രാജ്കുമാർ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്താണ് ഇപ്പോൾ ആ വീട്ടിലെ ഒരു സാഹചര്യം? നാട്ടുകാർ എന്താണ് പറയുന്നത്? സിജു, ഇപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ഈ പരിസരത്താണുള്ളത്. ഇപ്പോൾ ഈ വീട്ടിൽ അവരുടെ ബന്ധുക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇപ്പോഴും പലർക്കും ഈ വിവരങ്ങൾ അറിയിച്ചിട്ടില്ല. ഭാര്യയെ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഉള്ളിലേക്ക് പോകരുത് എന്ന് നാട്ടുകാർ നമ്മളോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ഒരു ശോകമുഖമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ വയ്യാങ്കര എന്ന് പറയുന്ന ഈ ആനയടി പ്രദേശം. അവർ കഴിഞ്ഞ ഒരു 9 വർഷമായി ഈ കുടുംബത്തെ ഇവിടെ കാണുന്നുണ്ട്. നല്ല സഹകരണമുള്ള ഒരു കുടുംബമാണ്. ഒപ്പം ഷമീറിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് എല്ലാവർക്കും പറയാനുമുള്ളത്. അത് കഴിഞ്ഞ ഒരു 8 മാസം മുമ്പ് ഷമീർ ഏറ്റവും ഒടുവിൽ ഇവിടെ വന്നുപോയി. ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് വിദേശമൊക്കെ മതിയാക്കി ഇവിടെ തന്നെ വരണമെന്നൊക്കെ ആയിരുന്നു ഷമീറിൻ്റെ ആഗ്രഹമെന്ന് ബന്ധുക്കളൊക്കെ പറയുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതിൽ ഭാര്യ സുറുമി, അതുപോലെ പിതാവൊക്കെ ഇവിടെയുണ്ട്. എല്ലാം ഗ്രാമം ഒന്നാകെ ഈ ഒരു സംഭവം അറിഞ്ഞത് മുതൽ ഈ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ആരും വീടിനുള്ളിലേക്ക് ആരും പോയിട്ടില്ല. അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. മറ്റാരും അങ്ങോട്ട് കടത്തി വിടുന്നുമില്ല. നമ്മളോട് പ്രത്യേകിച്ച് നാട്ടുകാർ പറഞ്ഞു, വീട്ടിലേക്ക് പോകരുത്, അതിനുള്ളിലേക്ക് പോകരുത്. ഇപ്പോഴും ഭാര്യ അറിഞ്ഞിട്ടില്ല. ഒരു അപകടം നടന്നു എന്നുള്ളതിനുപരി മരണം സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഭാര്യ അറിയിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ആ വീടിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത്. ഈ നാട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. കാരണം ഈ മരണം ഉണ്ടായപ്പോൾ തന്നെ ആരാണ് അവിടെ വിളിച്ച് അറിയിച്ചത്? സുഹൃത്തുക്കളാണോ, ഒപ്പം ജോലി ചെയ്തിരുന്നവരാണ് നാട്ടിലേക്ക് വിളിച്ചറിയിക്കുകയും ചെയ്തത്, അല്ലേ? ഇതിപ്പോൾ എന്നോടൊപ്പം ഷമീറിൻ്റെ സഹോദരനാണ്. പേര് നവാസ്. വിവരങ്ങളൊക്കെ അറിഞ്ഞത് നമ്മളൊരു 12:30 ആയപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ച് പറഞ്ഞത്. അങ്ങനെ അറിഞ്ഞു. 12:30 ആയപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. വീട്ടിൽ എല്ലാവരും അറിഞ്ഞോ? ഭാര്യ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ബാക്കി ഫാദറൊക്കെ അറിഞ്ഞു. ഷമീർ എങ്ങനെയായിരുന്നു എല്ലാവരുമായിട്ട്, കുടുംബമായിട്ട്? സ്നേഹമായിരുന്നു. എല്ലാവരോടും എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും നാട്ടിലുള്ളവരോടൊക്കെ നല്ല സ്നേഹവും കാര്യങ്ങളും എല്ലാവരും. ഏറ്റവും ഒടുവിൽ 8 മാസം മുമ്പാണ് ഇവിടെ വന്നു പോയത്. അതെ 9 മാസമായി ഇപ്പം വന്നിട്ട് പോയിട്ട്. ഷമീറിൻ്റെ ഇതൊക്കെ എങ്ങനെയായിരുന്നു? കുടുംബമായിട്ടും ഒക്കെ എങ്ങനെയൊക്കെയായിരുന്നു സഹകരിച്ചിരുന്നത്? സുഹൃത്ത് ബന്ധങ്ങളും കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നവരെ കണ്ടാൽ തന്നെ അറിയാം. എല്ലാം കൂട്ടുകാരും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല സഹകരണവും, എല്ലാവരോടും ആരോടും മുഖം കറുപ്പിച്ചൊന്ന് സംസാരിക്കാട്ടെ അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം വിദേശത്തേക്ക് പോയിട്ട് എത്ര നാളായി ജോലി തുടങ്ങി? ഇപ്പോൾ ഒരു 4-4.5 വർഷം കൊണ്ട് വിദേശത്താണ്. സിജു, രാജ്കുമാർ, 4 വർഷം മുമ്പാണ്, ഇപ്പോൾ ആ സഹോദരൻ തന്നെ പറഞ്ഞത് പ്രകാരം 4 വർഷം മുമ്പാണ് ഷമീർ കുവൈറ്റിലേക്ക് പോയത്. തുടക്കം മുതൽ തന്നെ ഇതേ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു ഷമീർ. ഇത് എനിക്കൊന്ന് മറ്റ് ഒന്ന് വിളിച്ചു. രാജ്കുമാർ, ഈ അവിടുത്തെ സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഷമീറിൻ്റെ ഭാര്യ പോലും ഇപ്പോൾ മരണവിവരം അറിഞ്ഞിട്ടില്ല. അത് ആരും അറിയിക്കാതിരിക്കുകയാണ്. അങ്ങനെ വളരെ സങ്കടകരമായ, ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. പക്ഷേ നാട്ടുകാരൊക്കെ ഒരുപക്ഷെ ഷമീർ എന്ന് പറയുന്ന ആ യുവാവിൻ്റെ ഒരു സൗഹൃദത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്കുമാർ, ഒരേ കമ്പനിയിലോ അതോ പല കമ്പനിയിലേക്ക് മാറിയോ? ഒരു കമ്പനി തന്നെ ആയിരുന്നു. അതും ബ്രദർ, എൻ്റെ അനിയനാണ്. ഒരു കമ്പനി തന്നെ ആയിരുന്നു വർക്ക് ചെയ്തത്. പേരെന്താ? നഹാസ്. ഒരു കമ്പനി തന്നെ, ഒരേ ഒരു കമ്പനി തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ സേഫ് ആയിരുന്നു? അദ്ദേഹം നല്ല ഇഷ്ടമായിരുന്നോ ഈ ജോലിയൊക്കെ? കുഴപ്പമൊന്നുമില്ല. എന്ത് ജോലിയായിരുന്നു? ഡ്രൈവറായിട്ടായിരുന്നു, ഹെവി ഡ്രൈവറായിട്ട്. എന്താണ് അവിടുത്തെ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് എങ്ങനെയാണ് പങ്കുവെച്ചത്? നല്ല ജോലിയൊക്കെ ആയിരുന്നു. പ്രവാസികളെന്ന് പറയുന്നത് നാടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാറി എന്ന് കഷ്ടപ്പെടുന്നവരൊക്കെയാണ്. അപ്പോൾ ഒരു രക്തസാക്ഷി എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം എപ്പോഴും ഇതുപോലെയൊക്കെ ആയിരിക്കും. പലതിനെയും വീടും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇങ്ങനെ പോയി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഷമീറിനെ കുറിച്ച്? ഇന്നലെയും വിളിച്ചായിരുന്നു, മെനഞ്ഞാന്നും വിളിച്ചായിരുന്നു. എന്താ ഏറ്റവും അവസാനം പറഞ്ഞു? എനിക്കും കയറിപ്പോകാനുള്ള കാര്യങ്ങളിലെല്ലാം റെഡിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിനൊക്കെ എപ്പോഴും വിളിക്കുമായിരുന്നു. മെനഞ്ഞാന്നും വിളിച്ച് എപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്യും. പാവമായിരുന്നു.
ആരെയും മുഖം കറുപ്പിച്ചൊന്നും ഇത്രയും നാളായിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല.